അടുത്ത 2019 സ്റ്റാൻഡേർഡ് 350. ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് 27,000 കിലോമീറ്റർ മൊത്തം വണ്ടി ഓടിയിട്ടുണ്ട്. അടുത്ത 2020 മോഡൽ ജാവ പെറാക്ക്. സെക്കൻഡ് ഓണറല്ല, തേർഡ് ഓണർ. ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇത് ബാക്കിൽ ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ. അടുത്ത 2018 മോഡൽ തണ്ടർബേർഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വണ്ടി കണ്ടീഷനാണ്, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളുണ്ട്. അടുത്ത 2019 സ്റ്റാൻഡേർഡ്. ഇത് സിംഗിൾ ഓണറിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് മൽഗാർഡൊക്കെ മാറിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം മോഡിഫൈ ചെയ്ത് ഓടിച്ചൊരു വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ബുള്ളറ്റുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് മാത്രമല്ല, ബൈക്കുകളായിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് തീർക്കുന്നത് ബുള്ളറ്റ് ആയതുകൊണ്ടാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. ലെഗസി മോട്ടോഴ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. സ്ഥലം എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പ് നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു ബുള്ളറ്റൊക്കെ എടുക്കണമെന്ന് ആഗ്രഹപ്പെടുന്ന എല്ലാത്തരം ആൾക്കാർക്ക് എടുക്കാൻ നല്ല ക്വാളിറ്റി ബുള്ളറ്റും ക്വാളിറ്റി ബൈക്കുകളും കിട്ടുന്ന ഒരു നല്ല ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ്. ഈ ഒരു 2 മാസമായിട്ട് നമ്മൾ ഇവരുടെ വീഡിയോ ഇടുന്നില്ല, കാരണം സ്റ്റോക്ക് കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് വണ്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടികളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു 2-2.5 മാസക്കാലമായി നമ്മളൊരു വീഡിയോ. സ്റ്റോക്ക് കുറവുണ്ടായിരുന്നു, പിന്നെ വണ്ടിയുടെ വില അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ആദ്യമേ പറയുകയാണോ വില ഇത്തവണ കൂടുതലാണ്? വില കൂടുതലെന്നല്ല, ഒരിക്കലും കൂടുതലെന്ന് പറഞ്ഞില്ല, കാരണം വണ്ടിക്ക് അത്രയും മാർക്കറ്റ് ഉണ്ട്. അതാണ് കാര്യം. അല്ല, വില കൂടുതലല്ല. വണ്ടി നമുക്ക് കിട്ടിയാലല്ലേ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതത്രേ ഉള്ളൂ, ആ ഒരു ഇതേ ഉള്ളൂ. വണ്ടികളുടെ ക്വാളിറ്റി ഏത് റേഞ്ചാണ്? അത് 100% പക്കാ ക്വാളിറ്റിയാണ്. നിലവിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആ കംപ്ലയിൻറ്റ് തീർത്ത് വെച്ചേക്കും. നിലവിൽ അഥവാ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുകൾ വരുവാണെങ്കിൽ അത് നമ്മളിവിടെ വന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതിന് 100% ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടി വാറണ്ടി എന്ന് പറയുന്ന പരിപാടി നിങ്ങളുടെ ഷോപ്പിൽ ഒരു വണ്ടിക്ക് എത്ര മാസം കാണും? അങ്ങനെയല്ല, നമുക്ക് വാറണ്ടി എന്ന് പറയാനായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു വണ്ടിക്ക് വാറണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരു വാക്ക് പറഞ്ഞ് തന്ന വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ ആ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 1 മന്തിനകത്ത്. 1 മന്തിനകത്ത്. പിന്നെ വണ്ടിയാണ്, എപ്പോഴും എന്ത് പറ്റുന്നത് നമുക്ക് പറയാനും പറ്റത്തില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അത് സ്വാഭാവികം. ഓക്കെ, നമുക്ക് വണ്ടി ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് 2019 മോഡൽ ബുള്ളറ്റ് ക്ലാസിക് 350 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നിലവിൽ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 13,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെന്യൂനാണ്. ഇതിൻ്റെ ടാങ്ക് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നിലവിൽ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 13,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടി. 2019 മോഡൽ ABS ഡുവൽ ഡിസ്ക് വണ്ടിയാണ്. എത്ര ചോദ്യം? ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,35,000 രൂപ. 1,45,000 വണ്ടി മാർക്കറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ ഫുൾ ഫിനാൻസ് കയറും? ഇത് ഫുൾ ഫിനാൻസ് നമുക്കൊരു 25 രൂപ അടയ്ക്കുവാണെങ്കിൽ ഈ വണ്ടി ഇറക്കാം. 25 വേണം? 25 രൂപ. 1 ലക്ഷം വരെ നമുക്ക് അപ്പോൾ ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇത് 1,35,000. ഇതിന് 1,10 കിട്ടും. 1,10. ഇപ്പം നേരത്തെ അപേക്ഷിച്ച് ഇപ്പം ഫിനാൻസ് എമൗണ്ട് കുറച്ചിട്ടുണ്ട്. കാരണം ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. ടാങ്ക് റീപെയിൻ്റ് അടിച്ചിട്ടുണ്ട്. റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് മാത്രം? അല്ലാതെ ഒരു സ്ഥലത്ത് വേറെ ഒരു ഭാഗങ്ങളോ റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ടയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? 2 ടയറും നല്ല ടയറാണ്. ഫസ്റ്റ് ടയർ തന്നെയല്ലേ? ഫസ്റ്റ് ടയറാണ്. അടുത്ത 2019 സ്റ്റാൻഡേർഡ് 350. ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് 27,000 കിലോമീറ്റർ മൊത്തം വണ്ടി ഓടിയിട്ടുണ്ട്. ABS വണ്ടിയാണ്. 2019 മോഡൽ സിംഗിൾ ഓണർ ABS സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,20,000 രൂപ. 20 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. എത്ര വർഷം വരെയൊക്കെ ലോൺ സൗകര്യം? നമുക്ക് മാക്സിമം 4 വർഷം വരെ ചെയ്യാം. 1 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടാണെങ്കിൽ 4 വർഷം കിട്ടും. 1 ലക്ഷം രൂപയ്ക്ക് താപ്പോട്ടാണെങ്കിൽ ഈ പറഞ്ഞ 3 വർഷത്തേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മാസം മാറുന്നതനുസരിച്ച് ഇൻട്രസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നു. മാസം അടവ് എങ്ങനെയായിരിക്കും? 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 4 വർഷത്തേക്കൊക്കെ ചെയ്യുവാണെങ്കിൽ 3,600 ആ സംതിങ് ഒക്കെ വരും. പിന്നുള്ളത് 3 വർഷമാണെങ്കിൽ 4,200 ആ റേഞ്ചൊക്കെ വരും. 4,200 ആ റേഞ്ചൊക്കെ വരും. അടുത്ത 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ക്ലാസിക്കാണ്. ക്ലാസിക് 350. നിലവിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളുള്ള, പിന്നെ ഈ എഞ്ചിൻ്റെ അവിടെ കാലൊക്കെ കുറേ നാൾ ഉപയോഗിക്കാതെ വേണ്ടി ഒതുക്കി വെച്ചേക്കുമായിരുന്നു.
അങ്ങനെ എഞ്ചിൻ്റെ സൈഡിലൊക്കെ പെയിൻറ്റ് പോയിരുന്നുള്ളൂ. 31,000 കിലോമീറ്റർ ജെനുവൻ കിലോമീറ്ററാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ സൈലൻസർ ഇച്ചിരി തുരുമ്പുണ്ട് അല്ലേ? സൈലൻസർ ഇത് പൊതുവെ എല്ലാ വണ്ടിക്കും വരും. ഇതിൽ വണ്ടി എടുക്കാതിരുന്നതിൽ ഇവിടെ ഇത്തിരി പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. വേറെ റീപെയിൻറ്റോ ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റില്ല, ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപയാണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 20 രൂപ 25 രൂപ അടച്ച് ഈ വണ്ടി സ്വന്തമായിട്ടാണ്. 4 വർഷം ലോൺ സൗകര്യം കിട്ടും. 4 വർഷം. ഈ ലോൺ സൗകര്യം 4 വർഷത്തിൽ പുറത്ത് കിട്ടുന്ന, അതായത് 4 വർഷം വരെ കിട്ടുന്നത് ഏത് വർഷം മുതലുള്ള വണ്ടിക്കാണ്? അതായത് ഇപ്പോൾ 2018 ശേഷമുള്ള വണ്ടി നമുക്ക് ഫിനാൻസ് കിട്ടും. 17 ചെയ്യാം, പക്ഷേ ഫണ്ടിങ് കുറച്ചേ കിട്ടത്തുള്ളൂ. വണ്ടി വിലയുടെ 60% ഫണ്ടിങ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 17 വണ്ടിയാണെങ്കിൽ 18 വണ്ടി മുതലാണെങ്കിൽ നമുക്ക് 80% വരെ ഫിനാൻസ് കിട്ടും. അടുത്ത 2018 സിംഗിൾ ഓണർ, നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറ്റ സ്ക്രാച്ച് പോലും ഇല്ല. ഹൈ ക്വാളിറ്റി ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന അതേ കണ്ടീഷനിലിരിക്കുന്നു വണ്ടി. ഒരു ഭാഗത്ത് ഒരു ഞണക്കോ ഡെൻറ്റോ ഒന്നുമില്ല, നീറ്റ് കണ്ടീഷൻ. 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പുത്തൻ ടയറാണ്, ഇപ്പോൾ എടുത്തിട്ടതേ ഉള്ളൂ. നിലവിൽ വേറെ പെൻഡിങ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. 23 ഓടിയപ്പോഴേ ടയർ ഊരിയോ മാറ്റിയോ? 23 ഓടിയപ്പോഴേ ടയർ മാറ്റിയോ? 20 മുതൽ മാറുന്നവരുണ്ട്. ചിലത് ഓരോരുത്തർ യൂസ് ചെയ്യുന്ന കണക്കിരിക്കും. ചിലത് 30 ഓടും, 35 ഓടും. നമ്മൾ ഓടിക്കുന്ന കണക്കിരിക്കും. ഈ ടയർ നമ്മളാണ് എടുത്തിട്ടത്, അതുകൊണ്ടാണ് ആ ഉറപ്പ് പറഞ്ഞേക്കുന്നത്. 2018 വണ്ടിയാണ്, എത്ര വണ്ടിയാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1,25,000. ഇത് നമുക്കൊരു ഫസ്റ്റ് ഒരു 22 രൂപയ്ക്ക് അടച്ചാൽ ഈ വണ്ടി എടുക്കാവുന്നതാണ്. അടുത്ത 2021 മോഡല് ഗൺമെറ്റൽ ഗ്രേ, സിംഗിൾ ഓണർ, ഡുവൽ ഡിസ്ക് വണ്ടി, ഡുവൽ ചാനൽ ABS എല്ലാം വരുന്ന വണ്ടിയാണ്. 2021 26,000 കിലോമീറ്റർ മൊത്തത്തിൽ വണ്ടി ഓടിയിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെയിൻ സോക്കറ്റ് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,50,000 രൂപയാണ് വരുന്നത്. 2021 വണ്ടി. ഇതൊക്കെ ഓഫർ പ്രൈസിലുള്ള വണ്ടികളാണ്. 21 വണ്ടി അതൊരു മാന്യ വിലയാണോ? പിന്നെ തീർച്ചയായിട്ടും മാന്യ വിലയിൽ 18 വണ്ടിയൊക്കെ വെച്ച് 18, 19, 20, 21 അത്രയും വർഷം വ്യത്യാസമായിരിക്കും. 18 വണ്ടിയൊക്കെ 1,25 ആണെങ്കിലും ഇത് അപേക്ഷ 1,50 ആവുന്നുള്ളൂ. അതെ, ഏറ്റവും പുതിയതും മോഡൽ കിടക്കുമല്ലേ. മോഡൽ കിടക്കുന്തോറും നമ്മളൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന വണ്ടിയാണ്. ഒരിക്കലും വില കൂടുതലെന്ന് നമ്മൾ പറയുന്നില്ല. വണ്ടി കിട്ടാത്തതിൻ്റെ ഒരു കുറവുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാറുള്ളത്. ഓക്കെ, ഈ കിലോമീറ്റർ ജെന്യൂൻ ആണ് എല്ലാ വണ്ടിയുടെയും? 100%. അടുത്ത 2019 സ്റ്റാൻഡേർഡ്. ഇത് സിംഗിൾ ഓണറിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് മൽഗാർഡൊക്കെ മാറിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം മോഡിഫൈ ചെയ്ത് ഓടിച്ചൊരു വണ്ടിയാണ്. ഇടിച്ചൊന്നുമല്ലല്ലോ, ആക്സിഡൻ്റ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ട് മൽഗാർഡൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തതാണ്. 2019 വണ്ടി, സിംഗിൾ ഓണർ, ABS വണ്ടിയാണ്. പുത്തൻ ചെയിൻ സോക്കറ്റാണ്. ബ്രേക്ക് ടയർ പുതിയതാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളില്ല. കാർബറേറ്ററെല്ലാം ഇപ്പോൾ പുതിയത് മാറിയിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് 1,20,000 രൂപ. ഒരു 20 രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം. 20 രൂപ വണ്ടി ഇറക്കാം. ഇത് താഴെയൊക്കെ മാറ്റ് ആക്കിയേക്കാണോ? ഏതാ എഞ്ചിൻ കേസ്. സാധാരണ ഈ വണ്ടിക്ക് ബ്ലാക്ക് ആണ് വരുന്നത്. ഈ ഇത്രയും ഭാഗം ഇവിടെ ഇത് മാത്രം സിൽവർ വരും. അതുകൊണ്ട് അവിടെ ഒരു വണ്ടി ഇവിടെ നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് അവർ ബ്ലാക്ക് ആക്കിയേക്കുവാണ്. എഞ്ചിൻ ബ്ലാക്ക് ആക്കി പൗഡർ കോട്ട് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് ആ വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഇതേ കണക്കാണ് ആ വണ്ടി. ഈ സെയിം വണ്ടിയാണത്. ഇത്രയും ഭാഗം അത് ബ്ലാക്ക് ആണ് വരുന്നത്. ഈ 2 കേസും ഈ ടോപ്പുമാണ് ഒരു ബ്ലാക്ക് ആക്കിയിരിക്കുന്നത്. ഇത് 2020 മോഡൽ സ്റ്റാൻഡേർഡ് ABS വണ്ടി. അലോയ് അഡീഷണലായിട്ട് അലോയ് കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. കിലോമീറ്റർ 36,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. നേരത്തെ എണ്ണം ചോദിച്ചില്ലേ ടയർ എന്തുവരെ ഓടുമെന്ന്. ഇത് 35 മാറിയ ടയറാണ്. അത് നമ്മൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്നതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ 1,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ ഇട്ടിട്ട് 1,000 കിലോമീറ്റർ ഓടിയിട്ട് നോക്കിയോ. ജസ്റ്റ് നല്ല ടയറാണ്, പുതിയതാണ്. എത്ര ചോദ്യം? നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 1,35,000 രൂപ. 1,35,000. ഫസ്റ്റ് ഒരു നമുക്കൊരു 30 രൂപ ഒക്കെ അടച്ചാൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാം. 30 രൂപ ആണല്ലേ? പിന്നെ ടയർ നോക്കിയാലൊക്കെ നല്ല പുത്തൻ ടയർ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഫ്രണ്ടും ബാക്കും പുത്തൻ ടയർ അലോയ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള സിഗ്നൽസ് ബ്ലൂ കളറാണ്. 2018 വണ്ടിയാണ്. 31,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ഡുവൽ ഡിസ്ക് വരും, ഡുവൽ ചാനൽ വരും. ഇത് സ്പെഷ്യൽ എഡീഷൻ വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,30,000 രൂപയാണ്. ഫസ്റ്റ് നമുക്ക് ഒരു 20 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2018 ABS വരുന്ന ഡുവൽ ചാനൽ ABS, ഡുവൽ ഡിസ്ക്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഗൺമെറ്റൽ ഗ്രേ ആണ് വണ്ടിയുടെ കളർ വരുന്നത്.
32,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. ഇതിൻ്റെ ഫുൾ പ്രൈസും 1,25,000 രൂപയാണ്. ഇത്തവണ എല്ലാം 1 ലക്ഷം കഴിയില്ലേ? ഇത്തവണ എല്ലാ വണ്ടിക്കും 1 ലക്ഷം കഴിയുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് 17 വണ്ടി 16 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഫിനാൻസിൻ്റെ ഫണ്ടിങ് ഇല്ല, കുറവാണ്. 60% കിട്ടത്തുള്ളൂ. അപ്പം കൂടുതൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. മിക്കുള്ളവരുടെ ഡെയിലും 20, 25 രൂപ അങ്ങനെയുള്ള എമൗണ്ടുകളെ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കാറില്ല. ഇന്നാളൊക്കെ വന്നപ്പോൾ ഒരു 80 രൂപ ഉണ്ടായിരുന്നു. 2016 വണ്ടി 17 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ വണ്ടിക്കൊന്നും ഇപ്പോൾ നമുക്ക് ഫണ്ടിങ് ഇല്ല, ഫിനാൻസിൻ്റെ ഫണ്ടിങ് ഇല്ല. ഇത് പക്ഷേ വണ്ടി സോൾഡ് ആയിരിക്കുകയാണ്. പേയ്മെൻറ്റൊക്കെ ഏകദേശം കിട്ടിയിരിക്കുകയാണ്. പുള്ളി വന്നെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയണോ? 2018 വണ്ടിയായിരുന്നു. സിംഗിൾ ഓൺഷിപ്പിൽ 21,000 കിലോമീറ്റർ ആയിരുന്നു വണ്ടി ഓടിയിട്ടുള്ളത്. 1,15 വണ്ടി കൊടുത്തത്. അതായത് അലോയും കൂടെ ഇട്ട് കൊടുത്തു നമ്മൾ. ഓക്കെ. അടുത്ത 2018 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 32,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് ഇറക്കിയതേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപയാണ്. നമുക്കൊരു ബസ് ഒരു 25 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. ഈ ബുള്ളറ്റിൻ്റെയൊക്കെ സൈലൻസർ പെട്ടെന്ന് തുരുമ്പിക്കും. ബുള്ളറ്റിൻ്റെ സൈലൻസർ അല്ല, ഈ ബെൻഡ് പൈപ്പ് തുരുമ്പിക്കും ഇവിടെ അല്ലേ? കാരണം അത്രമാത്രം ഹീറ്റ് അടിച്ച്. അപ്പം ഇത് ഓടിയ വണ്ടിയാണോ എന്ന് പറഞ്ഞാൽ ഒരുപാട് തുരുമ്പുണ്ടല്ലോ. ഇതിൽ ഒരുപാട് തുരുമ്പുണ്ടല്ലോ. അല്ല, അങ്ങോട്ട് ഇത് രണ്ടാമത് അഡീഷണൽ ആയിട്ട് മേടിച്ചു. നമ്മൾ രണ്ടാമത് മേടിച്ച് വെക്കുന്നതിന് ഒരിക്കലും ഈ കമ്പനിയിൽ നിന്ന് വരുന്നതിൻ്റെ ക്വാളിറ്റി കാണത്തില്ല. അത് ചെറിയൊരു മഴയാ തുരുമ്പോ ഇതൊക്കെ ഇതായി ഇരുത്തൊക്കെ വെക്കാതിരുന്നാൽ, കുറച്ച് വെക്കാതിരുന്നാൽ അത് തുരുമ്പ് പിടിക്കും. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 1,25,000 രൂപ. അടുത്ത 2020 സ്റ്റാൻഡേർഡ് ES ആണ്. ഇത് ഫ്രണ്ട് ഡിസ്ക്, ABS, അതായത് സ്റ്റാൻഡേർഡിൽ സെൽഫ് വരുന്ന വണ്ടിയാണ്. 28,000 മൊത്തം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. KL01 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നിലവിലെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ടയർ ഏകദേശം മാറാറായി. എണ്ണ നേരത്തെ കിലോമീറ്ററിൻ്റെ കാര്യം ചോദിച്ചില്ലേ? 28,000 കിലോമീറ്ററാണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. ടയർ തീരാറായണ്ട. അത് ചില വണ്ടികൾ പെട്ടെന്ന് തീരും, ചിലത് ഓടുന്നതുണ്ട്. അത് നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന കണക്ക് ഇരിക്കും. ഇത് എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ ഫുൾ വില എന്ന് പറഞ്ഞാൽ 1,45,000 രൂപയാണ്. 2020 സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് ES ആണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു 40 രൂപയ്ക്ക് അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. 40 രൂപ. അടുത്ത 2021 മോഡൽ സ്റ്റാൻഡേർഡ് 350 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. 34,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അഡീഷണൽ എഞ്ചിൻ ബഫിങ്ങുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചേക്കുന്ന വണ്ടിയാണ്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,40,000 രൂപയാണ്. ഫസ്റ്റ് നമുക്കൊരു 35 രൂപയ്ക്ക് അടച്ചാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. വെറും 35,000. ബാക്ക് ടയറും ഫ്രണ്ട് ടയറും എല്ലാം പുതിയ. 2 ടയറും മാറി എല്ലാം വെച്ചേക്കുന്ന വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇതിന് തുരുമ്പൊന്നുമില്ല. ആ രീതിയിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അടുത്ത 2018 മോഡൽ തണ്ടർബേർഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വണ്ടി കണ്ടീഷനാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളായിട്ടൊന്നുമില്ല. ടയർ കാര്യങ്ങളെല്ലാം ആവറേജ് ഉണ്ട്. ആവറേജ് അത്യാവശ്യം ഓടാറുണ്ട്. ഇത് 37,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ കാർബറേറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1,10,000 രൂപയാണ്. 1,15. 1,10. അപ്പോൾ ഒരു 15-20 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം, ഇറങ്ങാൻ പറ്റും. ഇത്തിരി ഫാഷനുള്ള വണ്ടിയാണല്ലേ മറ്റുള്ള ബുള്ളറ്റിനെ വെച്ച് നോക്കിയാൽ. അത് തണ്ടർബേർഡ് നമ്മുടെ ആ ഒരു സെഗ്മെൻറ്റിൽ പെട്ട വണ്ടിയാണ്. ടൂറിംഗ് മോഡ്. അടുത്ത 2018 സ്റ്റാൻഡേർഡ് ES. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 31,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ബാക്ക് ടയർ ഒരു 60% ഉള്ളൂ. ഫ്രണ്ട് ടയർ നല്ല ടയറാണ്, പുത്തൻ ടയറാണ്. ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 10,000 രൂപ. സാധാ സ്റ്റാൻഡേർഡ് അല്ല, സ്റ്റാൻഡേർഡ് ES ആണ്. സെൽഫ് വരുന്ന സ്റ്റാൻഡേർഡാണ്. അടുത്ത ഇത് 2018 സെയിം മോഡൽ സ്റ്റാൻഡേർഡ് ES. ഈ സെയിം പറഞ്ഞ വണ്ടിയില്ലേ, അതേ സെയിം മോഡൽ ബ്ലാക്ക് കളർ. ഇതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 37,000 കിലോമീറ്റർ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്. എല്ലാ വണ്ടിയും സിംഗിൾ ഓണർ ആണല്ലേ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമ്മൾ മിക്കുള്ളത് മാക്സിമം സിംഗിൾ ഓണർ വണ്ടികളെ എടുക്കാറുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് അങ്ങനെ റെയറായിട്ട് പിടിക്കാറുള്ളൂ. നല്ല വണ്ടിയാണെങ്കിൽ മാത്രമേ സെക്കൻഡ് ഓണർ എടുക്കുള്ളൂ. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് ഈ സെയിം പ്രൈസാണ്, 1,10,000 രൂപ. അടുത്ത 2018 ക്ലാസിക് 350 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 22,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്.
വേറെ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. നീറ്റ് കണ്ടീഷൻ, ബ്രേക്ക് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000. നമുക്കൊരു ഫസ്റ്റ് ഒരു 20 രൂപ 25 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഈ ബുള്ളറ്റ് ഫുൾ മൈലേജ് എന്ന് പറയുന്നത് ഒരു 40 കാണുമോ? 40. അതായത് ഇതെല്ലാം നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് കൈ കൊടുത്ത് ഓടിച്ചാൽ ചിലപ്പോൾ 35 കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മൾ മാനുവായിട്ട് ഓടിക്കാൻ ചിലപ്പോൾ 42 കിട്ടും. ആ റേഞ്ച് കിട്ടും. അത് നമ്മളെല്ലാം ഓടിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 1,25,000 രൂപ. ഫസ്റ്റ് 25 രൂപ അടച്ചാൽ നമുക്ക് ആ വണ്ടി സ്വന്തമാക്കാം. അടുത്ത 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഗൺമെറ്റൽ ഗ്രേ ഡുവൽ ഡിസ്ക് വണ്ടി. അഡീഷണലായിട്ട് ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിലവിലെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഷോറൂമിൽ ഒരു സർവീസിങ് ഓയിലും കാര്യങ്ങളെല്ലാം മാറിയിട്ടേ ഉള്ളൂ. KL02 വണ്ടിയാണ്. സൈലൻസർ കാര്യങ്ങളെല്ലാം എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 33,000 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. പുത്തൻ ടയറാണല്ലേ? ബ്രേക്ക് പുത്തൻ ടയറാണ്. പുത്തൻ ടയറും പുതിയതാണ്. എത്ര നിലവിലെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വിലയും ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000. നമുക്കൊരു ഫസ്റ്റ് ഒരു 25 രൂപ കടച്ച ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത 2021 മോഡൽ യമഹ FC വെർഷൻ 3. ഇതും സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 35,000 കിലോമീറ്റർ മൊത്തം വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ടയറൊക്കെ ആവറേജേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് 78,000 രൂപ. 78. ഇതിന് ലോൺ എങ്ങനെയാണ്? നമുക്കൊരു 15 രൂപ 20 രൂപ അടച്ചാൽ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. എത്ര വർഷം കിട്ടും? വർഷം കിട്ടുമെന്നോ? 3 വർഷം വരെ കിട്ടും. അടുത്ത 2020 മോഡൽ പൾസർ 150 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളതാണ്. ഇത് 2 ഡിസ്കും 2 ഡുവൽ ചാനൽ ABS-ഉം വരുന്ന വണ്ടിയാണ്. പൾസർ 150 ആണ്. ഫുൾ പ്രൈസ് 70,000 രൂപ. നമുക്കൊരു 15 രൂപ 16 രൂപയൊക്കെ അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത 2022 യമഹ R15 വെർഷൻ 4 ഓഫർ പ്രൈസിലുള്ള വണ്ടിയാണേ. എന്തൊട്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ. ഇത് വില കുറച്ചാണോ കിട്ടിയത്? അങ്ങനെ പറഞ്ഞില്ല. നമുക്കിപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കണമെന്നുണ്ടല്ലോ, അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, എത്ര ചോദ്യം? ചോദ്യം എത്രയാ? 2022 വണ്ടി 1,40,000 രൂപ. എത്ര ഉണ്ട് ഇറക്കാം? നമുക്കൊരു 30 രൂപയൊക്കെ അടച്ചാൽ വേണ്ടി സ്വന്തമാക്കാം. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 30,000 കിലോമീറ്റർ. ഇത് 2021 മോഡൽ 23,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പിലുള്ള യമഹ R15 വെർഷൻ 3. നിലവിലെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. KL 82 രജിസ്ട്രേഷൻ. പക്ക കണ്ടീഷനാണ്. കറക്റ്റ് ഷോറൂം സർവീസാണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,35,000. നമുക്കൊരു 35 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ഇത് TVS-ൻ്റെ അപ്പാച്ചി RTR 200 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 15,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുള്ളൂ. നിലവിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളാണ്. ഈ ചെറിയൊരു സാധനം ഡാമേജ് ഉണ്ട്, അതാണ് ഞാൻ മാറ്റി. ഇത് നമുക്ക് മാറി കൊടുക്കാം. നിലവിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള മാർക്കറ്റിൽ ഏകദേശം 1,40 മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഫൈനലൊരു 1,10 കൊടുക്കാം. 1,10. ഈ വണ്ടിയൊക്കെയാണെങ്കിൽ നമുക്ക് വെറും 10,000 രൂപ അടച്ചാൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വണ്ടി നോക്കാവുന്നതാണ്. അടുത്ത 2019 മോഡൽ ബജാജ് RS 200 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 26,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. അഡീഷണലായിട്ട് അണ്ടർവെല്ലി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,10,000 രൂപ. നമുക്കൊരു 30 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. 30,000. ഇത് ഈ വണ്ടിക്ക് മൈലേജ് എന്താണ്? ഇത് നമുക്കൊരു 35 ആ റേഞ്ചൊക്കെ. പവറാണല്ലേ? പവറാണ്, മാക്സിമം പവർ. അടുത്ത 2021 മോഡൽ യമഹ MG വെർഷൻ 1 സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി. 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നിലവിലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,35,000 രൂപ. നമുക്കൊരു 35 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. അടുത്ത 2021 മോഡൽ യമഹ FT വെർഷൻ 1 സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. 35,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഈ അലോയിഡ് ഇവിടെ ജസ്റ്റ് ചെറിയ പെയിൻറ്റ് പോയിട്ടുണ്ട് കേട്ടോ. എവിടെ? പെയിൻറ്റ് പോയി അല്ലേ? അതേ ഒരു വേണ്ട. നമുക്കിത് 1,30,000 രൂപ കൊടുക്കാം. ഫൈനൽ നമുക്കൊരു 30 രൂപ കോസ്റ്റ് അടച്ചാൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത 2022 മോഡൽ യമഹ R15 വെർഷൻ 4 സിംഗിൾ ഓണർ വണ്ടി. 31,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഈ എല്ലാ വണ്ടി 25, 30, 31 ഒക്കെ നീ പറഞ്ഞു. അല്ല, പിന്നെ 40,000 കിലോമീറ്റർ ഓടി വണ്ടി ഇവിടെ ഉണ്ടല്ലോ. ഇത് 36,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്.
കാണിച്ചു തരാം. എത്ര ഓടി വണ്ടി? ഇത് 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അല്ല അതാ ഞാൻ പറഞ്ഞേ, ഇത് 37,000 കിലോമീറ്റർ. 50,000-ത്തിനകത്താണല്ലോ എല്ലാ വണ്ടി. ഒരുപാട് കിലോമീറ്റർ ഓടി വണ്ടി നമ്മൾ എടുക്കത്തില്ല. അല്ല തിരിമറിയൊന്നും അല്ല, അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, കാരണം ഇത് കണ്ടിട്ട് എടുക്കാൻ വരുന്നവർക്ക് അങ്ങനെ ഒരു ഇത് പറ്റില്ല. അവർക്ക് ഇവിടെ ഒന്ന് വണ്ടി കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതങ്ങനെ ഇതിന് 1-2 മുമ്പുള്ള വീഡിയോയിൽ അങ്ങനെ ടയറ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് അങ്ങനെ നോക്കി കണ്ടുപിടിക്കാനേ ഉള്ളൂ. ആ കിലോമീറ്ററിൽ നമ്മൾ അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല. കാരണം ഒരാളൊരു വണ്ടി എടുക്കുന്ന അത്ര ആഗ്രഹിച്ചായിരിക്കും. ശരി, അടുത്ത ഇതിന് എത്ര ചോദിക്കുന്നത്? ഇതിന് 1,40,000 രൂപ. നമുക്ക് ഫസ്റ്റ് ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സുഖമാക്കാവുന്നതാണ്. അടുത്ത 2020 മോഡൽ ജാവ പെറാക്ക്. ജാവ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 8,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആയിട്ടാണ്. സെക്കൻഡ് ഓണറാണ്. 8,000 കിലോമീറ്റർ കുറവാൻ വേണ്ടി എടുത്തതാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് ടാങ്കിൻ്റെ ഇവിടെ ചെറിയൊരു ബെൻഡുണ്ട്. നോക്കിക്കാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു. ടാങ്കിൻ്റെ അവിടെ ചെറിയ ബെൻഡോ എവിടെ? അതെ, ടാങ്കിൻ്റെ അവിടെ ചെറിയ ഇത് വണ്ടി ചരിഞ്ഞ് വീണ. അപ്പോൾ ഫോർക്ക് വന്ന് ഇവിടെ ഇടിച്ചാണ്. ഈ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. വണ്ടി പുതിയ വണ്ടി അന്ന് ഇറങ്ങിയപ്പോൾ 3 ലക്ഷം രൂപ മുകളിലുള്ള വണ്ടിയായിരുന്നു. 2020 ടയറിൻ്റെ കേസ് ചോദിച്ചില്ലേ? ഇതാണ്ടേ 2020 ടയറുണ്ട്. ഇനി ഓടാറുണ്ട്. 8,000 കിലോമീറ്റർ വണ്ടി ഇതുവരെ മൊത്തം ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളെല്ലാം പെറക്കാണ്. സാധാ വണ്ടിയല്ല, പെറക്കാണ്. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 1,30,000 രൂപ. 1,30,000. അതായത് 3 ലക്ഷം രൂപയോടെ അന്ന് ഇറങ്ങിയ വണ്ടിയാണ്. ഇപ്പം കൊടുത്താൽ എങ്ങനെയും 1,60, 1,70 മാർക്കറ്റുള്ള വണ്ടിയാണ്. നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കുക. 1 ലക്ഷം ലോൺ കിട്ടും. 30,000 രൂപ അടച്ചാൽ മതി. അടുത്ത 2019 മോഡൽ ഡിസ്കവർ സെക്കൻഡ് ഓണർഷിപ്പിൽ വേണ്ടുന്ന വണ്ടിയാണ്. 24,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. 24,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്കൊരു 38 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 38. ഒരു 25 രൂപയൊക്കെ ഫിനാൻസ്. 38 രൂപയുടെ വണ്ടിയാണെങ്കിൽ ഫിനാൻസ് ഉണ്ടല്ലേ? പിന്നെ 19 വണ്ടി കിട്ടി. 18 ലക്ഷമുള്ള വണ്ടി നമുക്ക് ഒരു ഇതൊക്കെ ഫിനാൻസ് കിട്ടും. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അടുത്ത 2017 RC 200 കിട്ടാനില്ലാത്തൊരു വണ്ടിയാണ്. അതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടിയാണ്. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ നീറ്റ് കണ്ടീഷൻ. ചെയിൻ സോക്കറ്റ് എല്ലാം ഇപ്പോൾ പുതിയത് മാറിയതേ ഉള്ളൂ. KL 21 രജിസ്ട്രേഷനാണ് വരുന്നത്. നിലവിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് കണ്ടീഷൻ. ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 രൂപ. 1,25,000. ഇതെന്താണ് ഒരു 3-4 വണ്ടി എടുക്കേണ്ടതെന്ന് പറഞ്ഞത്? ആ 3-4 വണ്ടി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് പെൻഡിങ് വർക്കുകളുണ്ട്. കാണിച്ചു തരാം. ഇത് നമ്മൾ എടുത്തപ്പം വണ്ടിക്ക് നിലവിലെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഫ്യൂൽ പമ്പിൽ ചെറിയൊരു മിസ്സിങ് വന്നു. അത് അതിൻ്റെ ടാങ്കെല്ലാം അയച്ചു വെച്ചേക്കുവാണ്. ഫ്യൂൽ പമ്പ് മാറിയേ കൊടുക്കുന്നുള്ളൂ. ചെറിയ മിസ്സിങ് വന്നുകൊണ്ട് വേണേൽ നമുക്ക് കൊടുത്തു വിടും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യത്തില്ല. പുതിയ ഫ്യൂൽ പമ്പ് മാറിയിട്ട് വെച്ച് കൊടുക്കാം. ഇതും അതെങ്കിൽ കാർബേറ്ററിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതും സാധനം ഓർഡർ ചെയ്തേക്കുന്നത്. എല്ലാ സാധനം ഓർഡർ ചെയ്തേക്കുന്നത്. ഈ വണ്ടി വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 2013 മോഡൽ കരീഷ്മ ZMR ആണ്. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ ഇത് തേർഡ് ഓണർഷിപ്പാണ് വണ്ടി. സെക്കൻഡ് ഓണറല്ല, തേർഡ്. ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇത് ബാക്കിൽ ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ. 2013 മോഡൽ. ഇത് ഫ്രണ്ട് ഡിസ്കും 2013 അന്ന് ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡിസ്കും ഉള്ള വണ്ടിയാണ്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 35 രൂപ. കരീഷ്മ ZMR ഡിജിറ്റൽ മീറ്റർ വരുന്ന വണ്ടി. ജസ്റ്റ് നോക്കൂ. ഡിജിറ്റൽ മീറ്റർ ആണല്ലേ? ഡിജിറ്റൽ മീറ്റർ വരുന്ന വണ്ടിയാണ്. ഈ 3 വണ്ടികളാണ് ചെറിയ പെൻഡിങ് വർക്കുകളുള്ളത്. നമ്മൾ ചിലപ്പം മാറി കൊടുക്കാം. 2021 വണ്ടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തതിന് ശേഷമാണ് ടയർ കാര്യങ്ങളെല്ലാം മാറിയത്. അതിനുശേഷം ഈ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് എവിടെയാണെന്നുള്ള കറക്റ്റ് എന്ന് പറയാം. ഷോപ്പ് നമ്മുടെ കൊല്ലം ജില്ലയിൽ MC റോഡ്, അതായത് ആയൂരിനും കിളിമാനൂരിൻ്റെ ഇടയ്ക്ക് നിലമേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. MC റോഡിലാണ്. അതായത് ട്രിവാൻഡ്രം MC റോഡ്, കൊട്ടാരക്കര ട്രിവാൻഡ്രം റോഡ്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കണം എന്നുള്ളവർക്ക്, സ്വന്തമായി വീടില്ലാത്തവർക്ക് നിങ്ങൾ വണ്ടി ഫിനാൻസ് ചെയ്യൂ? അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർ ഒരുപാട് പേർക്ക് വണ്ടി കിട്ടാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് നടക്കുന്നവരുണ്ട്. അത് നമ്മളെ ലോൺ സൗകര്യം റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ട പ്രൂഫ്? നമുക്ക് വേണ്ടത് ആധാറും പാൻ കാർഡും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും
ഒരു ഫോട്ടോയും പാസ്ബുക്കും. അല്ലാതെ എല്ലാവരെയും കണക്ക് ലാൻഡ് ടാക്സ്, കരടക്ക് രസീത്, ഇങ്ങനെയുള്ള കറണ്ട് ബില്ല് അങ്ങനെയുള്ളതൊന്നും നമ്മൾ മേടിക്കാറില്ല. നമ്മൾ ആധാരം മേടിക്കും, പാൻ കാർഡും മേടിക്കും. എന്ന് വെച്ചാൽ ഇനി പാൻ കാർഡ് ഇല്ലെങ്കിൽ അതും കുഴപ്പമില്ല, അത് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. മാക്സിമം നമുക്കൊരു 3-4 മണിക്കൂർ കൊണ്ടൊക്കെ വണ്ടി, ഇപ്പോൾ രാവിലെ വന്നാൽ നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് വണ്ടിയെ കൊടുക്കാൻ പറ്റും. അതായത് സിവിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് നമ്മുടെ ട്രാക്ക് ക്ലിയർ ആയിരിക്കണം. നിലവിൽ ലോൺ എടുത്തിട്ട് മുടക്കങ്ങളൊന്നും കാണരുത്. നിലവിൽ ലോൺ എടുക്കാത്ത ഒരാളാണെങ്കിൽ പോലും കുഴപ്പമില്ല, നമുക്ക് ലോൺ റെഡിയാക്കി കൊടുക്കാം, ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ, ബൈക്കും ബുള്ളറ്റും ആയിട്ട് നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.